ഹലോ, ഞാൻ ധർമ്മേട്ടൻ. ഞാൻ ഇന്ന് വന്നത് ഒരു കഥയായിട്ടാണ്. ഒരു പുതിയ കഥ എന്ന് നമുക്ക് തുടങ്ങാം. ഹലോ, ഞാൻ ധർമ്മേട്ടൻ. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി. സമയം നോക്കുമ്പോൾ രാത്രി 9 മണി. ചുറ്റും അപരിചിതമായിരിക്കുന്നു. എല്ലാം എനിക്ക് എല്ലാം വന്യമായിരിക്കുന്നു, അപരിചിതമായെന്ന് തോന്നുന്നു. ശരിയാ, ചെറുപ്പത്തിൽ SSLC കഴിഞ്ഞ് രാജ്യം വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയതാണ്. പിന്നീടുള്ള ഈ മടക്കം ജീവിതത്തിൽ പലതും അനുഭവിച്ചു, പലതും നേടി. അവസാനം എന്തിന് തിരിച്ച് എന്നാവും ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അമ്മയെ കാണാൻ മാത്രമാണ് ഈ തിരിച്ചത്. കാണണം, കെട്ടിപ്പിടിക്കണം, ഒന്ന് കരയണം. അതിനുവേണ്ടി മാത്രം. സർ, ഓട്ടോ വേണം. തിരിഞ്ഞു നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ചിരിച്ച് മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരാൾ. അയാൾ പറഞ്ഞു, വേണം. എവിടെയാ തൻ്റെ ഓട്ടോ? അയാൾ പറഞ്ഞു, അതാ അവിടെ അമ്പ് നീക്കിയിട്ടുണ്ട് സാറേ. പെട്ടി ഞാൻ പിടിക്കട്ടെ, നമുക്ക് അവിടെ കയറാം. ആ, പിടിച്ചു, വായു. അങ്ങനെ അയാളുടെ കൂടെ ചെന്നു ഓട്ടോയിൽ കയറി. ബാഗ് പിൻസീറ്റിൽ വെച്ചു. എങ്ങടാ സാറേ? അയിനിച്ചിറയിലേക്ക്. അയിനിച്ചിറ എവിടെ? അതൊക്കെ പറയാളോ, താ വണ്ടി വിട്, അയിനിച്ചിറയ്ക്ക് വിടും. ആ ഓട്ടോറിക്ഷയിൽ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ മനസ്സ് പണ്ട് ഞങ്ങളുടെ തറവാട്ടിൽ പാമ്പിനെ വിഷമിറക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അമ്മായിയാണ് പറഞ്ഞത്. അമ്മായി ഒരിക്കൽ വന്നപ്പോൾ പറഞ്ഞു, ഇവിടെ അച്ചാച്ചന് പാമ്പിന് വിഷമിറക്കുന്ന പരിപാടി, വിഷമിറക്കുന്ന ഉണ്ടായിരുന്നു, വൈദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ തറവാട്ടിൽ ആൺകുട്ടികൾ അധികം ആൺകുട്ടികൾ വാഴാത്ത കാരണം ഈ തറവാട്ടിൽ പാമ്പ് വിഷം ഇറക്കുന്ന കാരണമാണ്. അന്ന് കിടക്കയിലും തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോൾ അമ്മ പറഞ്ഞു, എന്തിനാ ഉണ്ണി നീ പേടിക്കണേ? അമ്മായി അത് വെറുതെ പറഞ്ഞായിരിക്കും. അമ്മായി അതൊക്കെ നുണ പറയുക. അമ്മായി വെറുതെ നിന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതാ.
അപ്പം ഞാൻ ചോദിച്ചു, അതുകൊണ്ടാണ് അമ്മേ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ മരിച്ച് അച്ചാച്ചൻ പാമ്പിൻ്റെ വിഷറിക്ക് ഉണ്ടാവണം, പാമ്പ് വിഷറിക്ക് വൈദ്യനായതുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ മരിച്ച്. അന്ന് അമ്മ സെറ്റിമുണ്ടിൻ്റെ തുണി കൊണ്ട് കണ്ണ്, സെറ്റിമുണ്ടിൻ്റെ തലകൊണ്ട് കണ്ണ് തുടയ്ക്കുമ്പോൾ മറ്റേ കൈ എന്നെ തലോടുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് അമ്മയുടെ തുണികൾക്ക് ഒരു നല്ല മണം ഉണ്ടായിരുന്നു. അമ്മ പറയും, അച്ഛൻ മരിക്കുന്നതിന് മുന്നേ അച്ഛനൊരിക്കൽ അമ്മയ്ക്ക് കൈതപ്പൂവ് കൊണ്ടു കൊടുത്തു. ആ കൈതപ്പൂവ് ഉണങ്ങി അതിപ്പോഴും അമ്മയുടെ അലമാരയിൽ തുണികൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് അമ്മയുടെ തുണികൾക്ക് മാത്രമല്ല അമ്മയ്ക്കും ആ കൈതപ്പൂവിൻ്റെ മണം അമ്മ അടുത്ത് വരുമ്പോൾ. ഒരിക്കൽ ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കുകയായിരുന്നു. അന്ന് വടക്കിനിയിലിരുന്ന് അമ്മ എനിക്ക് പാഠങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. എന്തൊക്കെയോ ഞാൻ അമ്മയും കൂടിയിട്ടിരുന്ന് പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് കുഞ്ഞുമാള്, അവിടുത്തെ വീട്ടിലെ വേലക്കാരി കുഞ്ഞുമാൾ, അവൾ വന്ന് പറഞ്ഞു, ഭാനുവടുത്തിനെ അച്ചമ്മ വിളിക്കണു, ഭാനുവടുത്തിയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, നീ ഇതൊക്കെ എഴുത്, ഞാനിപ്പോൾ വരാം. അമ്മ പോകുമ്പോൾ പുസ്തകം അടച്ച് അമ്മയുടെ കൂടെ ഞാനും പോയി അച്ചമ്മയുടെ മുറിയിലേക്ക്. അച്ചമ്മയുടെ മുറി ആകെ കരി പുരണ്ടൊരു മുറിയായിരുന്നു. അധികം കാറ്റും വെളിച്ചൊന്നും കടക്കാത്തൊരു മുറി, ഒരു ചെറിയ മുറി. അച്ചമ്മ അമ്മയുടെ കൈ പിടിച്ചു. എന്തൊക്കെയോ അച്ചമ്മ പിറുപിറുക്കുന്ന പോലെ എന്തൊക്കെയോ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു. കൈ പിടിച്ച് അമ്മയെ സ്വാന്തനപ്പെടുത്തുന്നുണ്ടായിരുന്നു. പിന്നെ അച്ചമ്മ കരയുന്നുണ്ടായിരുന്നു. പിന്നെ അച്ചമ്മ പറഞ്ഞു, ഭാനുവേ എന്തെങ്കിലും ഒന്ന് പറയടി നീ. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് ആൺതുണയ്ക്ക് അമ്മേ, എൻ്റെ മോനില്ലേ, ഇവല്ലേ എൻ്റെ ഉണ്ണിക്കുട്ടൻ, അവൻ വലുതാവില്ലേ, അവൻ വലുതായി വലിയ ആളാവില്ലേ, പിന്നെ എന്തിനാ ഞാൻ പേടിക്കണേ, അത് മതി അമ്മേ, എനിക്ക് ആൺതുണയ്ക്ക് അവൻ മതി, അല്ലാതെ എനിക്ക് മറക്കാൻ കഴിയില്ല വേറൊരാളെ കല്യാണം കഴിക്കാനോ ബാലേട്ടനെ മറക്കാനോ എനിക്ക് കഴിയില്ല അമ്മേ. അപ്പം അമ്മമ്മ പറഞ്ഞു,
ഇതെൻ്റെ തീരുമാനമാണ്, അതങ്ങ് അനുസരിക്കുക, നിന്റെ നല്ലതിനാ. അമ്മയുടെ കൈ പിടിച്ച് മുറിയിൽ നിന്ന് കിടക്കുമ്പോൾ അമ്മ കരയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങളിൽ ഓണപ്പരീക്ഷ കഴിഞ്ഞ് അവസാനത്തെ ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഉഷ വിജയനോട് പറയുന്നു, എന്തോ സ്വകാര്യം പറയുന്നതായി. ഞാൻ ഉഷേച്ചിയോട് ചോദിച്ചു, എന്നോട് പറയൂ ഉഷേച്ചി, എന്താ വിജയനോട് പറഞ്ഞ രഹസ്യം, എന്താ സ്വകാര്യം, എനിക്കും കൂടി കേൾക്കട്ടെ. അപ്പോൾ വിജയൻ പറഞ്ഞു, പാവല്ലടി, ഓനും കൂടി കേട്ടോട്ടെ, ഓനോടും കൂടി പറഞ്ഞു. അപ്പോൾ ഉഷ പറഞ്ഞു, അയ്യോ, എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞില്ല എൻ്റെ അമ്മ. ഇവനോട് പറഞ്ഞ എനിക്ക് പേടിയാ, ഞാൻ പറയില്ല. അപ്പോൾ വിജയൻ പറഞ്ഞു, അവൻ അറിയണ്ടല്ലേ, ഓനറിഞ്ഞാൽ എന്താ കുഴപ്പം, ഞാൻ പറയാ. എടാ ഉണ്ണിക്കുട്ടാ, നിന്റെ അമ്മേനെ നിന്റെ ചെറിയച്ഛൻ കല്യാണം കഴിക്കാൻ പോവുക. എൻ്റെ അമ്മേനെയാണ്, എൻ്റെ ഭാനുമ്മേനെയാണ് എനിക്കിഷ്ടല്ല. ചെറിയച്ഛൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കള്ളിൻ്റെ മണ, കാജാബിരി പുറച്ച്, മഞ്ഞപ്പല്ലും ചുവന്ന കണ്ണും, ആ നീണ്ട രൂപം ചെറിയച്ഛൻ്റെ, അതെനിക്കിഷ്ടല്ല. ചെറിയച്ഛൻ എൻ്റെ അമ്മേനെ കല്യാണം കഴിക്കണം എനിക്കിഷ്ടല്ല. എൻ്റെ അമ്മയ്ക്ക് ഞാനും, എനിക്ക് എൻ്റെ അമ്മയും, അത് മതി. പിന്നെ ഓണായി. ഓണം കഴിഞ്ഞ് വീണ്ടും 4 ദിവസം കഴിഞ്ഞു സ്കൂൾ തുറക്കാനായി. അപ്പോൾ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വന്നു. അമ്മായിയും പിന്നെ കുറച്ച് കുട്ടികളും 1-2 നാട്ടിലെ പ്രമാണിമാരും ഒക്കെ വീട്ടിൽ വന്നു. പായസം ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും എന്നെ എൻ്റെ തലയിലൊന്ന് തഴുകുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എല്ലാവരും വെറുതെ ചോദിക്കുന്നു, ഉണ്ണിക്കുട്ടാ, നീ ഇപ്പം എത്രയിലാ പഠിക്കണേ? ഞാൻ പറഞ്ഞു, 5ാം ക്ലാസ്സിൽ. അന്ന് രാത്രി ഞാൻ അച്ഛമ്മയുടെ മുറിയിലാണ് കിടന്നത്. ഉറക്കം വരാതെ നീറ്റിരുന്ന് കരഞ്ഞു. അപ്പോൾ പണിക്കാരി കുഞ്ഞുമാള് പറഞ്ഞു, എന്തിനാ മോനെ കരയുന്നേ? നല്ലതിനല്ലേ, പിന്നെ ഭാര്യയെടുത്ത് ചെറുപ്പല്ലേ, അതിനും വേണ്ടേ മോനെ ഒരു ജീവിതം? മോന് കരയണ്ട, എല്ലാം നല്ലതിനാന്ന് വിചാരിച്ച് കിടന്നുറങ്ങിക്കോ.